കോഹ്ലിക്ക് എന്താണ് സംഭവിച്ചത്? വേൾഡ് കപ്പിൽ കോഹ്ലി അട്ടർ ഫ്ലോപ്പായിരുന്നു. ഒരുപാട് മാച്ചിൽ ഡെക്കിലും പുറത്തായി. ഇന്നലത്തെ സെമി ഫൈനലിലും കോഹ്ലി ഫ്ലോപ്പായിരുന്നു. IPL ഓറഞ്ച് ക്യാപ്പ് വിന്നറാണ് ഇങ്ങനെ മോശം കളി കാഴ്ചവെക്കുന്നത്. പണ്ട് കോഹ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ ടീമിൽ ഞാൻ മോശം കളി കാഴ്ചവെച്ചാൽ എനിക്ക് തുടർന്ന് കളിക്കാൻ സാധിച്ചില്ലെങ്കിൽ അപ്പോൾ ഞാൻ T20യിൽ നിന്ന് വിരമിക്കും. ഇത് പണ്ട് കോഹ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. നിലവിലെ കോഹ്ലിയുടെ അവസ്ഥ കാണുമ്പോൾ കോഹ്ലി T20 ടീമിനെ യോജിച്ചതല്ലെന്ന് ആർക്കും തന്നെ തോന്നിപ്പോകാം. ഇപ്പോഴിതാ ഇന്നലെ ഇംഗ്ലണ്ടുമായിട്ട് കളി ജയിച്ച ശേഷം കോഹ്ലി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കോഹ്ലി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ശരിക്കും സന്തോഷമുണ്ട്, ഇന്ത്യൻ ടീം ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്കിലും എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമവുമുണ്ട്. അത് എന്നെ തന്നെ ഓർത്താണ്. എനിക്ക് ഫോമാകാൻ സാധിക്കുന്നില്ല. ഞാൻ ഓപ്പണിങ്ങിൽ പരാജയമാണെന്ന് എനിക്കറിയാം. എങ്കിലും രോഹിത് ശർമ്മ എനിക്ക് ഒരുപാട് അവസരങ്ങൾ തരുന്നുണ്ട്. അതാണ് കൂടുതൽ എന്നെ സങ്കടപ്പെടുത്തുന്നത്. ഞാൻ കാരണം ഇന്ത്യൻ ടീമിൻ്റെ ഒരു പൊസിഷനാണ് വേസ്റ്റ് ആവുന്നത്. എനിക്ക് പകരം മറ്റൊരു താരത്തെ ഓപ്പണിങ്ങിൽ കളിപ്പിക്കാൻ ഞാൻ രോഹിത് ശർമ്മയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ രോഹിത് ശർമ്മ അതിനെ കൂട്ടാക്കിയില്ല, എനിക്ക് സപ്പോർട്ട് തന്നു. പക്ഷേ T20 കരിയറിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഒരു പക്ഷേ ഈ വേൾഡ് കപ്പിൻ്റെ അവസാന T20 മാച്ച് ആകാനും സാധ്യതയുണ്ട്. ഞാൻ കാര്യങ്ങൾ കുറച്ച് പഠിക്കുകയാണ്. എനിക്ക് തുടർന്നു പോകാൻ സാധിച്ചില്ലെങ്കിൽ T20യിൽ ഞാൻ വിരമിക്കും. ഈ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ തീരുമാനമറിയിക്കും. ഫൈനലിൽ ഞാൻ മികച്ച കളി കാഴ്ചവെക്കാൻ ശ്രമിക്കുമെന്ന് കോഹ്ലി വ്യക്തമാക്കി. രോഹിത് ശർമ്മയും കോഹ്ലിയും ഇനി T20 ടീമിൽ വേണ്ടെന്നാണ് ആരാധകർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ രോഹിത് ശർമ്മ നല്ല കളി കാഴ്ചവെക്കുന്നുണ്ട്. രോഹിത് ശർമ്മയ്ക്ക് ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇന്ത്യയുടെ T20 ടീമിൽ നിൽക്കാൻ സാധിക്കും. എന്നാൽ കോഹ്ലിക്ക് അതിന് സാധിക്കുന്നില്ല. കോഹ്ലി ഈ T20 വേൾഡ് കപ്പോടെ T20യിൽ നിന്ന് വിരമിക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഇന്ത്യ മികച്ച കളി കാഴ്ചവെച്ചു. പക്ഷേ മലയാളി ആരാധകർ വിഷമത്തിലാണ്. സഞ്ജുവിനെ ഒരു മാച്ചിൽ പോലും കളിപ്പിച്ചില്ല. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.